ശിർക്കാണ്. കണ്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്ക് ഇവിടെ ഇവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 ക്യാരറ്റ് ശിർക്ക് ദാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ 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 ഒത്തു നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്രായേലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിക സമിതിക്ക് കേട്ടല്ലോ എന്താ ഇസ്രായേലുള്ളത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, അത്ര മതി, ബാക്കിയുള്ളതാണ്. അപ്പൊ എന്താ വിഷയം? 22 ക്യാരറ്റ് ശിർക്ക് എന്ന് അലിമദനി പറഞ്ഞപ്പോ 22 ക്യാരറ്റ് ശിർക്കാണല്ലേ ജബ്ബാർ വലി എഴുതിയത്, എന്നാ പിടിച്ചോ ചെറിയ മുണ്ട് എഴുതിയത്. ഇപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? 22 ക്യാരറ്റ് ശിർക്ക് അവിടെ മുറിച്ച്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജബ്ബാർ വലി 22 ക്യാരറ്റ് ശിർക്കാന്ന്. കണ്ടോ, ക്ലിപ്പ് കണ്ടോ? എങ്ങനെയുണ്ട്? ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ രണ്ടും കേട്ട മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ ഇത് ചെയ്യണത്. ഇപ്പൊ ഈ ആളുകളൊക്കെ മരിച്ചോ, ഇയാൾ എന്തെല്ലാം ചെയ്യും? ഇത്തരത്തിൽ മനുഷ്യനെ അതപ്പതിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ ദീനീ പ്രബോധനല്ലേ? എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? ഉള്ളത് തന്നെ പറയുന്നത് ഇല്ലാത്തതുകൊണ്ടല്ലേ, തെളിവില്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള വളഞ്ഞപടി സ്വീകരിക്കേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, ഞാനിനി 1-2 ആരോപണങ്ങൾ കൂടി മറുപടി പറയുകയാണ്. ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞതാണ്, എന്നിട്ട് തന്നെ പറഞ്ഞെടുക്കാം. നന്ദിയിലൊരു മുഖാമുഖം നടക്കുമ്പോൾ എന്നെ ക്ഷണിച്ചു, ഞാൻ പോയില്ല, ഞാൻ മുങ്ങി. ജിന്നിനെ കുറിച്ചുള്ള ചോദ്യം വരുമെന്ന പേടിയാണ്. സക്കരിയ സലാഹിക്ക് ആദർശ രംഗത്ത് നിർഭയത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? ജബ്ബാർ മോളിന്റെ ലേഖനത്തെ ന്യായീകരിച്ച് അവസാനപ്പോ ആദർശ രംഗത്ത് നിർഭയത്വം നഷ്ടപ്പെട്ടു. ഒരൊറ്റ വാദപ്രതിവാദത്തിനും വരാൻ ധൈര്യമല്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന വിഷയത്തിൽ നാട്ടിൽ വാദപ്രതിവാദം നടത്താൻ, മുഖാമുഖം നടത്താൻ ധൈര്യമില്ലാഞ്ഞിട്ട് സൗദിയിലെ ജുബൈലിൽ പോയിട്ടാണ് നടത്തിയത്. സംഗതി എന്താണെന്നറിയോ? വാദപ്രതിവാദങ്ങൾക്ക് ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ സീനിയറായ പേരോടിനെ പോലത്തെ ആളുകൾ വരുമ്പോൾ നിങ്ങളൊക്കെ ഇറങ്ങിയാൽ മതി. ഇത് ഈ അയസിനികൾ വരുമ്പോൾ ഞങ്ങൾ പോയാൽ മതി. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനായിരുന്നു. വാദപ്രതിവാദ രംഗത്തൊന്നും സക്കരിയ സലാഹി ഇല്ല, അയാൾ ജിന്നും പറഞ്ഞ് നടക്കുകയാണ് എന്ന് പറയാനാണ് ഇത് എന്ന് എനിക്കറിഞ്ഞൂടല്ലോ. ഈ അയസിനികൾ വരുമ്പോൾ ഞങ്ങൾ മതി, സീനിയറായ പേരോടൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് എന്നെ ബഹുമാനിച്ച് പറയുന്നത് പോലെ വരുത്തി തീർത്തൊരു വശത്ത് പിൽക്കാലത്ത് പ്രചരിപ്പിക്കണം. നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ട് വാദപ്രതിവാദത്തിന് വരാത്തത് കണ്ടോ? കള്ളത്തരം കണ്ടോ? കുതന്ത്രം കണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് മുഖാമുഖത്തിന് വരാത്തത് നന്ദിയിലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഖാമുഖവും വാദപ്രതിവാദവും ഒക്കെ സ്റ്റേജിലേക്ക് അങ്ങ് പല ഭാഗത്തുനിന്ന് ഓരോരുത്തർ കയറി വന്നിട്ട് നടത്തേണ്ടതല്ല. മുഖാമുഖത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇരിക്കണം, ചർച്ച ചെയ്യണം, പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന്. അത് ഞാൻ വിശദീകരിച്ചോ പറഞ്ഞു. നമ്മൾക്ക് ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. കണ്ടോ? അപ്പൊ ജബ്ബാർ മോളിന്റെ ശിർക്കാണ് എന്ന് ഞങ്ങൾക്ക് പണ്ട് അഭിപ്രായമുണ്ട്, സക്കരിയ സലാഹിക്ക് ശിർക്കല്ല എന്ന അഭിപ്രായം. അതാണ് ആ പറഞ്ഞത്. കണ്ട? അതാണോ? അതിൽ നമുക്ക് രണ്ടൂട്ടിക്ക് ഒരേ അഭിപ്രായം എന്നുള്ളത്. അത് ഇപ്പൊ നിങ്ങൾ മാറ്റിയതാ. അതേ സമയത്ത് റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ടും അതുപോലെയുള്ള വിശദാംശങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കൂടിയിരിക്കണം, ചർച്ച ചെയ്യണം, എന്നാലേ മുഖാമുഖം നടത്താവൂ. അത് മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പ് പഠിപ്പിച്ചതാണ്. മാസങ്ങളോളം ഇരുന്നിട്ടാണ് പലപ്പോഴും വാദപ്രതിവാദത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇപ്പോ കോട്ടപ്പുറം വാദപ്രതിവാദം തീരുമാനിച്ചു. എപിയും അതുപോലെ ഐദീദങ്ങളും അവരെല്ലാവരും കൂടിയിരിക്കുകയായിരുന്നു. ദിവസങ്ങളോളം കിതാബ് നോക്കിയും പഠനം നടത്തി. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഇവർ ഈ മൂവർ സംഘം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുഖാമുഖം നടത്താൻ ഈ കാളമൂത്ര സാഹിത്യം വായിച്ചാൽ മതിയല്ലോ. അനീഫ് അവിടുന്ന് വരും, അനസ് ഇവിടുന്ന് വരും, ഷംസുദ്ദീൻ അപ്പുറത്തുനിന്ന് വരും, ഒന്നിച്ച് സ്റ്റേജിൽ കയറും. ആണ് പറയലെന്നെ. അതുപോലെ പാടില്ല. സുന്നികളുമായുള്ള മുഖാമുഖാകുമ്പോൾ പ്രത്യേകിച്ച് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാകുമ്പോൾ കാര്യങ്ങൾ നോക്കണം, പഠിക്കണം, സീരിയസ് ആയി കാണണം എന്ന് പറഞ്ഞു. ഇരിക്കാം നമുക്ക് ഇരിക്കാമെന്ന്. ഇങ്ങനെ വിളിച്ചാൽ കിട്ടാതെയായി. എന്ന് വിളിച്ചാൽ നാളെ ഇരിക്കാം, മറ്റന്നായിരിക്കാം. അങ്ങനെ തലേന്ന് വിളിച്ചാൽ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ നമുക്കൊന്നിരിക്കാം, വൈകുന്നേരത്താണല്ലോ മുഖാമുഖം. എന്നാ അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു. അവസാനം എന്താ ഉണ്ടായത്? ഒരാൾ ഫോൺ ഓഫാക്കി, രണ്ടാളും അതിൻ്റെ ആളാണല്ലോ, ഒരാളെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പം സക്കരിയ സലാഹി ഞാനും ഫോൺ ഓഫാക്കി. കാരണം ഈ മുഖാമുഖൻ അനസ് ഏറ്റെടുത്തതാണ്.
അനസാണ് ഞാനും കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പൊ കൂടിയിരുന്ന് ചർച്ച ചെയ്യാത്തത് കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പറഞ്ഞത് പേടിയാണ്, എനിക്ക് പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചോദിച്ചോളി എന്നുണ്ടെങ്കിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് ധൈര്യമല്ല, എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ ഒരു വാക്ക് വന്നു പോയാൽ ഞാൻ പടച്ചവൻ്റെ അടുത്ത് ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ചർച്ച ചെയ്യണം. ഏത് വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അത് ഞാൻ ഇന്നും പറയുന്നുണ്ട്. എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖം വന്നപ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വിഷയം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ചർച്ച ചെയ്യണം, ഇരിക്കണം. പുതിയ പുതിയ വാദങ്ങളൊക്കെ ഖുറാഫികൾ കൊണ്ടുവരുന്നുണ്ട്. അവർ പുതിയ പുതിയ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പുതിയ വാദങ്ങളുണ്ട്. ആ വാദങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പഴയതുപോലെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം 2 ഇന്ദദൂഹും ലാസ്മൗദുആക്കും മാത്രം നോക്കിയിട്ട് പോകാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അതിന് ചർച്ച ഞങ്ങൾക്ക് സമയമല്ലേ, ആ വിഷയം വെക്കണ്ട, വേറെന്തെങ്കിലും വിഷയം വെച്ചോ എന്ന് പറഞ്ഞു. ഓ നബിദിനം ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്തായി, ജിന്നും ചീറും വന്നപ്പോൾ എനിക്ക് ആദർശപരമായ നിർഭയത്വം നഷ്ടപ്പെട്ടു എന്നതിന് തെളിവാക്കി എടുക്കുകയാണ്. നിങ്ങൾ അനസ് മൗലവി പടച്ചോനെ പേടിച്ചോളി, ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ കോടതി നമ്മളൊക്കെ വരും. നമ്മൾ സംസാരിക്കുന്നത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ ഒരു മലക്ക്, ആ മലക്ക് അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ റിക്കാർഡിൽ ഇതൊക്കെ വരും. നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞാൽ, നിങ്ങൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്നെക്കുറിച്ച് മുഴുവൻ കേരളത്തിൽ തെറ്റിദ്ധാരണ പരത്തിയാൽ എനിക്കതിന് മറുപടി അറിയാൻ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സാധിക്കുള്ളൂ. ബാക്കി ഞാൻ അള്ളാഹുവിലേക്ക് വിടുകയാണ്, അത് മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ഞാൻ ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതാണല്ലോ ഇവർ പറയുന്ന നിർഭയത്വം നഷ്ടപ്പെടുത്തിയ വിഷയം. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൂട്ടിയല്ലേ, അദ്ദേഹത്തെ ഗുരുനാഥനായി കൊണ്ട് നടന്നിട്ടല്ലേ ഈ മൂവാറ്റുപുഴ ഒഴികെയുള്ള മുഴുവൻ സംവാദങ്ങൾക്കും നിങ്ങൾ പോയത് അല്ലേ? അപ്പൊ എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ന്യായീകരിച്ച് എനിക്ക് ആ നിർഭയത്വം നഷ്ടപ്പെടുക? പറയുന്നതിനും വേണ്ട ഒരു ന്യായ മനസ്സ് മൗലവി. ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറഞ്ഞ് എനിക്കാണോ നിർഭയത്വം നഷ്ടപ്പെടുക? ഇത് എഴുതിയ ജബ്ബാർ മൗലവി കൂട്ടിയല്ലേ നിങ്ങൾ പോയത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴയിൽ പറഞ്ഞപ്പോ ഹൈസന് തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളടുത്ത് സംവാദത്തിന് വന്ന് മറുപടി പറയാൻ സാധിച്ചോ നിങ്ങൾക്ക്? 2007 എഴുതിയിട്ടും അത് ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത്, 2012. എന്നിട്ട് അനീഫ് അവിടെ കളവൊപ്പിച്ചു. സെൻസിങ് മാസികയിൽ പറഞ്ഞിട്ടുണ്ട്, ആലുവ സംവാദത്തിൽ തന്നെ ഞങ്ങൾ ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുവ സംവാദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി ശിർക്കാണെന്ന് അതിൽ സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിച്ചിട്ടില്ല. സെൻസിങ് എഴുതിയ ഒരു കളവ്, ആ കളവാണ് ഹനീഫ തെളിവാക്കിയത്. സെൻസിങ്ങിന്റെ കളവ് ഹനീഫയുടെ തെളിവ്, അതാ മൂവാറ്റുപുഴ സംവാദത്തിൽ ഉണ്ടായത്. അങ്ങനെ ഈ രൂപത്തിലുള്ള മാറ്റിമറിക്കലുകളും അതുപോലെ തന്നെ കോട്ടിമാട്ടലുകളുമൊക്കെ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണിമാരെ പേടിക്കാതെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് സുന്നികളുമായി മുഖാമുഖം നടത്താനും വാദപ്രതിവാദം നടത്താനും ഞങ്ങൾ സന്നദ്ധമാണ്. പക്ഷെ ഞങ്ങൾ അമ്മി കൊത്താനുണ്ടോ നീക്കണമാതിരി വാദപ്രതിവാദത്തുണ്ടോ എന്ന് വിളിച്ച് നടക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇനി സുഹൃത്തുക്കളെ, എവിടേക്കാണ് ഇതൊക്കെ പോണത്? ഞാൻ നേരത്തെ പറഞ്ഞാൽ അതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉസൈൻ മടവൂരുമായിട്ടുള്ളൊരു ലയനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉസൈൻ മടവൂരിൻ്റെ ആളുകൾ ഇപ്പോൾ എവിടെ എത്തിയത്? അവർ അന്ന് പറഞ്ഞ ഒരു വ്യതിയാനം ഇല്ലാതെ ഇക്കഴിഞ്ഞ 2002 ശേഷം ഷബാബിൽ സലാം സുല്ലം എഴുതിയത്, ഇപ്പോൾ മൊയ്തീൻ സുല്ലം എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ 8-9 കൊല്ലത്തോളം മടവൂരികൾ എഴുതിയത് കണ്ടാൽ അവർ വ്യക്തമായ വ്യതിയാനത്തിലാണെന്നുള്ളതിന് യാതൊരു തെളിവും വേണ്ട. പച്ചയായ ഹദീസ് നിഷേധത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു എല്ലാ രാത്രിയും 1/3 സമയം ബാക്കിയുള്ളപ്പോൾ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് ഹദീസുൻ നുസൂൽ 27ഓളം സഹാബികൾ ഉദ്ധരിച്ച മുത്തവാത്തറായ ഹദീസാണ്. അതിനെ വ്യാഖ്യാനിച്ചു പേരോടിനെ പോലെ അല്ലേ. അള്ളാഹു ഇവിടെ ഒരു സമയത്തിറങ്ങും, പിന്നെ ആ രാജ്യത്ത് വേറെ സമയത്തിറങ്ങും, അങ്ങനെ എല്ലായിടത്തും ചുറ്റി വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസമാകും എന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് സമയം ബാധകമല്ല എന്നതുപോലും പറയാതെ പേരോട് അതിനെ വ്യാഖ്യാനിച്ചു. അതുപോലെ അബ്ദുസ്സലാം സ്വലം വ്യാഖ്യാനിച്ചു. സലഫികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അഖീദ വിഷയത്തിൽ തഅ്വീൽ പാടില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞതാണ്. ആ തഅ്വീലിലേക്ക് അവർ പോയി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനോ മുത്തവാത്തിറായ ഹദീസോ വേണം, എന്നാലേ ഒരു വിശ്വാസകാര്യം സ്ഥാപിതമാവുകയുള്ളൂ എന്ന് മടവൂരികൾ എഴുതി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സലഫികളുടെ ആദർശമല്ല, അത് അശ്അരികളുടെ ആദർശമാണ്.
അതുപോലെ ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസ് തള്ളി. ദജ്ജാലിന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കി. റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം അത് പരലോകത്ത് വരാൻ പോകുന്നതാണെന്ന് വാദിച്ചു. ഇസ്രാഉം മിഅ്റാജും ശരീരത്തോടെയല്ല, അത് സ്വപ്നമാണെന്ന് വാദിച്ചു. ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ഇപ്പൊ അവിടെ എത്തിയറിയോ? ചേകനൂർ അകവും പുറവും എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ മടവൂരികൾ കുറെ ആളുകൾ കൂടി എഴുതിയതാ. 2012 അല്ലെ ഏപ്രിലാണ് തോന്നുന്നു. ഇസ്ലാഹ് മാസികയിലെ അബ്ദുൽ മാലിക് മറിയുടെ ലേഖനമുണ്ട്. ഈ ചേകനൂർ അകവും പുറവും എന്ന പുസ്തകത്തിൽ ഇപ്പോഴത്തെ മടവൂരി ISMന്റെ പ്രസിഡന്റ് എന്താ എഴുതിയറിയോ? അതിന്റെ പ്രസാധകർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പുസ്തകം എഴുതാൻ സഹായിച്ചത് MT മുഹമ്മദ് ഉണ്ണി മൗലവി മാറഞ്ചേരി, പച്ച ചേകനൂരിയ, അയാളാ ഇവരെ സഹായിച്ചത് എന്ന് മാത്രമല്ല, കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേകനൂർ മൗലവിയെ ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ്. ഇങ്ങനെയുണ്ട്, ചേകനൂർ മൗലവി ഒരു മുജദ്ദിദാണെന്നാണ്, ഒരു പരിഷ്കർത്താവാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിഷ്കർത്താവ് എന്നതിൽ മൂപ്പരെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ആമുഖമാണ്. ആ ആമുഖ ബുക്കാണ് ഇപ്പൊ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞേ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അപ്പൊ ഹദീസ് നിഷേധം ഒറ്റപ്പെട്ട അഭിപ്രായം. അദ്ദേഹം ആരാണ്? ചേകനൂർ ആരാണ്? പരിഷ്കർത്താവാണ്. പച്ച കുഫ്രിയത്ത് പ്രചരിപ്പിച്ച ചേകനൂരിനെ പരിഷ്കർത്താവാണെന്ന് പറയാൻ മാത്രം അധപ്പതിച്ച മടവൂരി വിഭാഗം അവരുമായിട്ടാ ഇപ്പൊ ലയനത്തിന് പോണത്. ഇങ്ങനെ ഉണ്ടാവും. കൊല്ലത്തെ മിമ്പറിൽ കയറിയിട്ട് ചേകനൂരിനെ പ്രശംസിച്ച് ഒരു മടവൂരി പ്രസംഗിക്കണം എന്ന് ആലോചിച്ച് നോക്കാണ് ഈ ലയനം വന്നതിൻ്റെ ശേഷം. നമുക്ക് ആലോചിക്കാൻ കഴിയോ? നമ്മളെ ആ വലിയ പള്ളിയിൽ വന്നിട്ട് ഒരു മടവൂരി പ്രസംഗിക്കുക, ഇസ്രാഹ് അത് ശരീരം കൊണ്ടായിരുന്നില്ല, അത് സ്വപ്നമായിരുന്നു, ചന്ദ്രൻ പിളർന്നിട്ടില്ല, അത് വരാൻ പോകുന്ന കാര്യമാണ്, സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകതയുമില്ല. ഇങ്ങനെയുള്ള കുഫ്രിയത്തിന്റെ വാദങ്ങളൊക്കെ നമ്മളെ മിമ്പറിൽ കളിച്ച് പറയുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. അവിടേക്കാണ് അത്രയും ആ സലഫിപ്പ് കൊണ്ടുപോകുന്നത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ? ഒരു വശത്ത് ശിർക്ക് 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 എന്ന് പറഞ്ഞാലേ മടവൂരികളെ പിന്തുണ കിട്ടുള്ളൂ. ആളുകളോട് പറയും ചെയ്യാ, ഹദീസ് നിഷേധമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ ഇപ്പൊ ശിർക്കല്ലേ വലുത്, അതിനു വേണ്ടി ഇയാൾ ഉണ്ടാക്കിയത് അത്. അപ്പൊ രണ്ടും കൂടി കൂടിയിട്ട് അതിന്റെ ജനറലാകാം എന്നായിരിക്കാം അല്ലാഹു അലം മൂപ്പരെ ചിന്ത. ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ മടവൂരിസത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള തകൃതിയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ മിഞ്ഞാന്ന് നടന്ന സംഭവം. ഒരേ സമയം രണ്ടു കൂട്ടരും മഞ്ചേരിയിലും ഇവിടെയും മഞ്ചേരിയിലും അതുപോലെ തന്നെ കോട്ടക്കലും വെച്ച് എന്ത് ചെയ്യുന്നു? ആരോപണം നടത്താൻ. നമുക്കിത് ശിർക്കാരോപണം നടത്തുകയാണ്, എന്നിട്ട് അവസാനം സ്വാഗതം ചെയ്യാണ്. അവിടേക്കാണ് സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെക്കുറിച്ച് ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ചില ആളുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂണിറ്റുകളൊക്കെ കയറിയിട്ട് ഒരു മൗലവിയും വേറെ രണ്ടാളും, ആളെ പേരെന്തും ഞാൻ പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലക്കാണ്. മനസ്സിലായില്ലേ? അയാൾ എന്താ തന്നെ പറഞ്ഞുതരോ? ജക്കരിയ സലാഹിയെ മൂവാറ്റുപുഴ സംവാദത്തിന് വേണ്ടി അനസ് വിളിച്ചു, ഞാൻ വരൂല എന്ന് പറഞ്ഞു. എന്നെ വിളിക്കോ സഹോദര? ഞാൻ വിലക്ക് നിർത്തപ്പെട്ട ആളല്ലേ? അപ്പോ മൂവാറ്റുപുഴ സംവാദം നടക്കുമ്പോൾ എനിക്ക് വിലക്കല്ലേ, പിന്നെ എന്നെ വിളിക്കോ? അതെങ്കിലും ചിന്തിച്ചുകൂടെ? എന്നെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ ലബ്ബാദാരിമിയെ വിളിച്ചിട്ട് പറഞ്ഞു, ലബ്ബുസ്താദെ നിങ്ങൾ പോകരുത്, അവരൊന്ന് കുടുങ്ങട്ടെ. നിങ്ങൾ ഇപ്പൊ ലബ്ബയെ വിളിച്ച് ചോദിക്കും. ഞാൻ വാദപ്രതിവാദം കഴിഞ്ഞ് എന്നെ പുറത്താക്കിയിട്ട് ഞാൻ കൊടുത്ത കത്തിന്റെ കോപ്പി കിട്ടിയോ ഉസ്താദേ എന്ന് ചോദിക്കാനാണ് ഞാൻ ലബ്ബയെ വിളിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുക. എന്താണ് നിങ്ങള് മടവൂരികളുമായി കൈകോർത്തിട്ട് ഇവിടെ എന്തോ ഒരു സംഘടന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര ഇയാള്. സിഹിറിനെ നിഷേധിക്കുന്ന, ജിന്നിനെ നിഷേധിക്കുന്ന മടവൂരികളുമായിട്ട് സൗഹാർദ്ദം. അപ്പൊ അത് തുടക്കം സ്റ്റേറ്റിന്റെ പല ഭാഗത്തും ഈ തരത്തിലുള്ള കോർക്കലുകൾ കൈകോർക്കൽ നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മടവൂരികളും ഇവരും കൂടി യോജിക്കാൻ രണ്ടൂട്ടം ഒരേ ആദർശമായി. ഇപ്പൊ മടവൂരികൾ ഇപ്പോൾ വീണ്ടും ഇറങ്ങുന്ന അന്ധവിശ്വാസത്തിനെതിരെ പ്രചാരണം നമ്മൾ ഇൻഷാ അല്ലാഹ് വ്യക്തമായി മറുപടി കൊടുക്കും. ഇവരെന്ത് മറുപടി കഴിഞ്ഞ് കൊടുക്കുക? ഇവർക്ക് ഇനി മറുപടി കൊടുക്കാമല്ലോ. അവർ പറയുന്ന അതേ കാര്യം ഇപ്പം ഇവരും പറയാൻ തുടങ്ങിയില്ലേ? അബ്ദുസ്സലാം സുല്ലമിയുടെ 2007 തൗഹീദ് 2012 ഏറ്റെടുത്തു വര് ആര്? അനസും ഹനീഫിയും ഇവരും കൂടി. എന്നിട്ട് KJന്റെ പേരിൽ KNMന്റെ പേരിൽ എല്ലാവരും കൂടി അത് പറഞ്ഞു നടക്കണം എന്നാണ്. ഇത് പറഞ്ഞാൽ പറയുന്നു അബ്ദുറഹ്മാൻ സലഫിന്റെ പച്ചമാംസം തിന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും പറഞ്ഞു എന്നെക്കുറിച്ചുള്ള ശിർക്കാരോപണം, അതിലും വലിയ മാംസം തീറ്റ വേറെ ഉണ്ടോ? എനിക്കും പറഞ്ഞു എൻ്റെ പച്ചമാംസം തിന്നാന്ന്. നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തികം പറഞ്ഞിട്ടില്ല, അദ്ദേഹം കല്യാണം കഴിച്ചു ഒഴിവാക്കിയോ നമ്മൾ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയോ മക്കളെ പറ്റിയോ ഒരേ ഏർപ്പാടും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ തർക്കമില്ല.
നമ്മൾ പറഞ്ഞത് അദ്ദേഹം സംഘടനയിൽ ഉണ്ടാക്കിയ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗീബത്ത് നമീമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ. ഈ സംഘടനയിൽ ഒരാൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരെ പറ്റിയാ പറയാ? അബൂബക്കർ കാന്തപുരത്തെ പറ്റി പറയാൻ പറ്റുമോ? അവൻ പറഞ്ഞൂടെ ഗീബത്താണെന്ന്? അതില്ല. ഈ സംഘടനയിലും ഈ ആദർശത്തിലും അദ്ദേഹം ഉണ്ടാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് പച്ചയായി പറഞ്ഞു കൊടുക്കണം. അത് മതപരമായൊരു ബാധ്യത എന്ന നിലക്കാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമുകളിൽ ശിർക്ക് ആരോപിച്ച് പരലോകം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. KNM ഇലക്ഷൻ വരും പോകും, അതൊരു പ്രശ്നമല്ല. ഇലക്ഷൻ വരുന്നതനുസരിച്ച് ശിർക്ക് തൗഹീദാകുക, തൗഹീദ് ശിർക്കാകുക, ഈ രൂപത്തിൽ മതത്തിൽ മാറ്റിമറിക്കുന്ന പുരോഹിതന്മാരുടെ സ്വഭാവം ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇടയലേഖനം ഇറക്കി തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും ഈ മുന്നേറ്റം നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. എല്ലാ തലത്തും ഞങ്ങൾ വിശദീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണം ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ സംഗതികൾ നിങ്ങൾക്ക് മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി അന്നും ഇന്നും മടവൂരികൾ പറയുന്ന വാദം എന്താ? നമ്മൾ ജിന്നിനോട് സഹായം തേടുന്നു, പിശാച് പൂജയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അന്നവർ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ച് നേരിട്ടു. അവസാനം KJUവിന്റെ പേരിൽ ഇറക്കിയ വ്യാജ പുസ്തകത്തിൽ പോലും പറഞ്ഞു ജിന്നുകളോട് സഹായം തേടാം, അല്ലെങ്കിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ മുജാഹിദുകളിൽ ഉണ്ട് എന്നത് ഒരു ആരോപണം മാത്രമാണ്. കണ്ടോ? പിന്നെ എങ്ങനെ ഞാൻ പ്രതിയായത്? ആരോപണം മാത്രമാണ് KJUവിന്റെ ബുക്കിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ പ്രതിയായത് എന്താ? ഇലക്ഷൻ വന്നു, 2011 ഇലക്ഷൻ വന്നപ്പോ മൂപ്പർക്ക് ഇറങ്ങാൻ വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ആ വിഷയം എടുത്തിട്ടു, ശിർക്കാരോപണമായിട്ട് ഇറങ്ങി. എന്നിട്ട് എറണാകുളത്ത് തുടങ്ങിയ വിശദീകരണം. 2011 വന്നപ്പോ മടവൂരികൾക്ക് ജീവൻ കിട്ടി. ഇത്രയും കാലം മടവൂരികൾക്കെതിരിൽ പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്നല്ലേ വന്നത്. ഇപ്പോ 12 മണിക്കൂർ പ്രസംഗമാണ് അനസിന്റെ മടവൂരിസത്തിനെതിരിൽ അല്ലേ? അതൊക്കെ ഇനിയിപ്പോ പിൻവലിക്കണ്ടേ? എത്ര സീഡിയാ പിൻവലിക്കേണ്ടത്? ഏതൊക്കെ ഇനിയിപ്പോ കേൾക്കുക, ഏതൊക്കെ ഇപ്പൊ തൗബ ചെയ്ത് ഒന്നും തിരിയാണ്ടായിപ്പോ ആകെ. അനസ് മൗലിന് ഒരു കേസറ്റും കേൾക്കാൻ പറ്റാത്ത സ്ഥിതി. കാരണം മൂപ്പര് ഏതൊക്കെ തൗബ ചെയ്തെന്ന് അറിയില്ലോ. ഇപ്പൊ ഇന്ന് പുതിയ തൗബ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ രൂപത്തിലേക്ക് സുഹൃത്തുക്കളെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോയി എന്ന് വാദിക്കുന്ന ഈ കൂട്ടരുടെ കൂടെയാണ് നിങ്ങളിപ്പോൾ കൂടാൻ പോകുന്നത്. ആരൊക്കെയാണ് അറിയോ? KKP എന്ന ചാരൻ. ആ ചാരനെ കൊണ്ടുവന്നത് ആരാ? അബ്ദുറഹ്മാൻ സലഫിയാണ്. അബ്ദുറഹ്മാൻ സലഫി KKP ഉണ്ടാക്കിയ കള്ള CD, എൻ്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ കട്ടുമുറിച്ചിട്ട ക്ലിപ്പുകൾ ഉണ്ടല്ലോ, അത് നേതാക്കന്മാരെ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ചു. ഒരുപാട് പണ്ഡിതന്മാരെ കാണിച്ചു. 40 പണ്ഡിതന്മാരത് കാണിക്കാൻ എനിക്കെങ്ങനെ സാധിക്കുമോ? അബ്ദുറഹ്മാൻ സലഫി സഹായിച്ചു എന്നാണ് KKP പറയുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് ഇങ്ങനെ അബ്ദുറഹ്മാൻ സലഫി വിളിക്കും. മദനിയൊക്കെ അത് ഇരുന്ന് കാണുന്നത്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു അയാളെ കൊണ്ട് 1/2 മണിക്കൂർ ഞങ്ങളെ ലാപ്ടോപ്പിൽ ഈ കള്ള CD കാണുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, KKP പറഞ്ഞത് കേട്ടോളി. അപ്പൊ ഈ വിഷയം ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, പോലും നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാൽ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവമുണ്ട്. അത് ശരി. നിങ്ങൾക്കല്ലേ മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരെയും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD 1/2 മണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് MM മദനി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ പറ്റില്ല, AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളുടെ വിട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മളെത്തുന്ന എവിടെത്തി ഇങ്ങോട്ട് വിളിക്കും, അവിടെ എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തി ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയില്ല വെച്ച് പറയാറില്ല.
ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല, ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സെലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലൊക്കെ മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ്, നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല എല്ലാവർക്കാണ്. പിന്നെ അല്ല, മൂപ്പരത് പറയലുണ്ട്, ഫോണിൽ പറയണ്ടില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല, മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ അങ്ങനെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് അത് വരികയാണ്. അല്ലെ, ഞാനെന്താ പറഞ്ഞ ഇതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല, അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാൽ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത്. എത്രത്തോളം ഹനീഫിനടക്കം അങ്ങോട്ട് കൊണ്ടുവെത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനെ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ KKP അബ്ദുള്ള എന്ന ചാരൻ, ഇയാൾ പക്ക മടവൂരി ചാരനാണ്. കാരണം ഇയാള് ആദ്യം സംഘടന പൊളുന്ന സമയത്ത് എല്ലാവരും അയാളെ യൂണിറ്റുള്ളവർ KNMന്റെ കൂടെ വന്നപ്പോൾ ഇയാൾക്ക് നിക്കക്കള്ളി ഇല്ലാതായിട്ട് KNMലേക്ക് മാറിയാളാ. എന്നിട്ട് മടവൂരികളുമായി നമ്മൾ ആദർശ യുദ്ധം തുടങ്ങി. അവർക്ക് നമ്മൾ ചുട്ട മറുപടി കൊടുത്തു, ശവാബ് കൊണ്ട് മറുപടി കൊടുത്തു, CM മോളിൻ്റെ ബുക്ക് കൊണ്ട് മറുപടി കൊടുത്തു, ജിന്ന് പ്രവേശിക്കും, ജിന്ന് ജിൽസുണ്ട് ഒക്കെ അവസാനം അവർ മുട്ട് മടക്കി കെട്ടി പോകേണ്ടി വന്നു. അപ്പോൾ അവർ കണ്ടെത്തിയാണ് ഈ ചാരനെ വിടുകയാണ്. എന്നിട്ട് അവർക്ക് കള്ള CD ഉണ്ടാക്കി. നമ്മളെയൊക്കെ എൻ്റെ പ്രസംഗത്തിൽ ഇന്ന് പലതും കട്ട് മുറിച്ച ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകൾ വെച്ചൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. ആ ഡോക്യുമെന്ററി നമ്മുടെ നേതാക്കന്മാരെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ അബ്ദുള്ളക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് ആരാ? അബ്ദുറഹ്മാൻ സലഫി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വിളിക്കും, അബ്ദുള്ള എവിടെ എത്തി? അടുത്ത ആളെത്താ, അഞ്ഞ് വേഗം പിടിക്ക് പോകണം, ഞാൻ വിളിക്കാം, എല്ലാവരെയും വിളിച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ കണ്ടോ? ഈ രൂപത്തിൽ ചാരപ്പണി എടുക്കാൻ KKP അബ്ദുള്ളക്ക് സഹായം ചെയ്തു കൊടുത്തു. അത് കാസറ്റിൽ എല്ലാവരും എത്തിയതിനു ശേഷം പിന്നെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് സഹായിച്ച ഹാരിസ് ചേറൂര്. കാസർഗോഡ് നടക്കുന്ന ജമിയത്തിന് ഇപ്പോഴത്തെ KNM വിശദീകരണം അതിന് ഹാള് ബുക്ക് ചെയ്ത് ആരാ? ഇന്ന് ഹാള് ബുക്ക് ചെയ്തത് ഈ ഹാരിസ് ചേറൂരാണ്. അതിന്റെ പ്രധാന സംഘാടകൻ ഈ ഹാരിസ് ചേറൂരാണ്. ഈ KKP അബ്ദുള്ളക്ക് മഞ്ഞ പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ചു എന്ന് പറയുന്ന ആള്. അബ്ദുറഹ്മാൻ സലഫി തന്നെ പറയുന്നു, മഞ്ഞ പുസ്തകം ഇറക്കിയതിന്റെ പേരിൽ അബ്ദുള്ളക്ക് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ക്യാൻസൽ ചെയ്യാൻ എനിക്ക് ആദ്യം കൊടുത്തിട്ട് വേണ്ടേ? ആ യൂണിറ്റ് അംഗീകരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ യൂണിറ്റുകൾ അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ കൊല്ലത്തൊക്കെ പഴയ കൃത്രിമ യൂണിറ്റുകൾ നിലനിർത്തിയല്ലോ. എന്നാൽ അവിടെ പുതിയ യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. അംഗീകരിക്കാത്തതുകൊണ്ട് അബ്ദുള്ളക്ക് മെമ്പർഷിപ്പ് ഇല്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റിയ രണ്ടാളുകൾ അവന്റെ സഹായികളായ സിദ്ദീഖും ഹാരിസ് ചേറൂരും. ഹാരിസ് ചേറൂരിൽ നിന്ന് KNMന്റെ കാസർഗോഡ് നടക്കുന്ന പരിപാടിക്ക് ഹാള് ബുക്ക് ചെയ്തതും അതിന്റെ പ്രധാന സംഘാടകനും മഞ്ഞ പുസ്തകത്തിന്റെ സഹായിയായ ഹാരിസ് ചേറൂരാണ്. അബ്ദുറഹ്മാൻ സലഫിന്റെ യോഗം സംഘടിപ്പിക്കുന്നത് ബന്ധമുണ്ടോ ഇല്ലേ? തള്ളിപ്പറയാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് കാസർഗോഡ് വെച്ച് തള്ളിപ്പറയട്ടെ, ഹാരിസ് ചേറൂരായിട്ട് എനിക്ക് ബന്ധമില്ല, അവൻ മഞ്ഞ പുസ്തകത്തിന്റെ സഹായിയാണ്, അവനിന്ന് പുറത്തു പോകണം പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യം വരൂല. കാരണം വാല അമ്മിന്റെ ചോട്ടില. പരസ്പര ബന്ധമുണ്ട്, പരസ്പര സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിദ്ദീഖ് തലശ്ശേരി ഇന്നും അടയിൽ പീടിക യൂണിറ്റ്, തലശ്ശേരി അടയിൽ പീടിക യൂണിറ്റിലുണ്ട്. ഈ മഞ്ഞ പുസ്തകത്തിന്റെ സഹായിയ
മഞ്ഞപ്പുസ്തകം നീ നമ്മൾ പറഞ്ഞല്ല, ജമിയത്തുലമാ യോഗത്തിൽ വെച്ച് നിലമ്പൂർ വെച്ച് പറഞ്ഞാണ്. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണ്. ഇപ്പൊ നീലയും മഞ്ഞയും കൂടി യോജിക്കാൻ പോവുക, നീലയും മഞ്ഞയും കൂടി യോജിക്കാൻ പോവാണ്. അതിന് കാർമ്മികത്വം വഹിക്കാനാണ് ഇപ്പോ അബ്ദുറഹ്മാൻ സലഫി ഈ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ കൊടുത്ത ജമിയത്തിന് കൊടുത്ത കത്തിൽ, KNM കൊടുത്ത കത്തിൽ, അന്ന് ആലോചനാ സഭ കൊടുത്ത കത്തിൽ ഈ ചാരപ്പണികളെ കുറിച്ച് മുഴുവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ചാരപ്പണി ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ചാരപ്പണിയാണ്. ശരിയായ മടവൂരി ചാരന്മാർ ഇതിനകത്തുണ്ട്. അത് പറഞ്ഞതാണ് ഞങ്ങൾക്കൊക്കെയുള്ള കുറ്റം. എന്നിട്ട് അവസാനം എന്തായിന്നറിയോ, ഇത് ഒരു പ്രവർത്തകൻ ഇങ്ങനെ വലിയ ചാരപ്പണി ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ പ്രധാന കണ്ണി KKP എത്തുന്നതാണെന്ന് മനസ്സിലാക്കി KKPയെക്കാളും അബ്ദുറഹ്മാൻ സലഫിയെക്കാളും ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും സ്വീകരിക്കുന്നൊരു സഹോദരൻ ഈ ചാരപ്പണികൾ ഒന്ന് ചോർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഒരു 30 മണിക്കൂറോളം സംസാരിച്ചു. പലപ്പോഴായിട്ട് ഈ ചാരപ്പണികൾ മനസ്സിലാക്കി. അതനുസരിച്ച് നമ്മൾ നീങ്ങിയതുകൊണ്ട് അതൊക്കെ പുറത്തു വന്നത്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിന്റെ കളി എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു തആല ഇയാൾ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി ഇയാളുടെ ചാരപ്പണി, ഇയാൾ KKP എന്ന ചാനൽ ഉപയോഗിച്ചിരുന്ന കളികൾ അയാളെ ഫോണിലൂടെ ഇങ്ങനെ വ്യക്തമായി. കുറച്ചേ പുറത്തു വിട്ടിട്ടുള്ളൂ, ഇനിയും മണിക്കൂറുകൾ പുറത്തു വിടാൻ നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ട് അവസാനം എന്താ, ഇത് പുറത്തു വന്നപ്പോൾ ഇയാൾ ഈ പയ്യന്നൂർ ടീമാണ് ഇയാളെ കൊണ്ടുനടക്കുന്നത്. എന്നിട്ട് ബുസ്താനിൽ വെച്ചിട്ട് പറയാണ്, പയ്യന്നൂർക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവനെ എന്തു വേണമെങ്കിലും ചെയ്യിക്കാന്ന് പറഞ്ഞു. എന്തു വേണമെങ്കിലും ചെയ്യിക്കാൻ അവസാനം എന്ത് ചെയ്തു, പനി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ നാടകം കളിക്കാം എന്ന് തീരുമാനിച്ചു. അതെങ്ങനെയാ വെച്ചാൽ ഈ അബ്ദുല്ലാനെ കൊണ്ടുവന്നിട്ട് സലഫിന്റെ മുമ്പിലിരുത്തി. സലഫിന്റെ മുമ്പിലിരുത്തിയിട്ട് സലഫി ഇങ്ങനെ ചോദിക്കാണ്, അബ്ദുല്ലാ നീ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. അത് ശരിയാണോ നീ പറഞ്ഞത്? അല്ല ശരിയല്ല. തെറ്റല്ലേ? ആ തെറ്റാണ്. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിരാശ വന്നു. സലഫിന്റെ വാചകാട്ടോ. എടാ അബ്ദുള്ള, ഇതൊക്കെ നീ പറഞ്ഞിട്ടുണ്ടോ? ബുസ്താനിൽ പറഞ്ഞ വാചകം ഞാൻ അങ്ങനെ എഴുതിച്ച. അതെ. ശരിയാണോ? അല്ല. കളവാണോ? അതെ. എന്തിന്? എനിക്ക് നിരാശ വന്നു. നിരാശ വന്നാൽ കളവ് പറയലാണോ? സംഘടന സക്കരിയ സലാഹിയും കൂട്ടരും പിടിച്ചടക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. സക്കരിയാന്റെ പ്രശ്നം അറിയുന്ന നിങ്ങൾ പ്രതികരിക്കുന്നില്ല, നേതൃത്വം നിഷ്ക്രിയമാണ്. അപ്പോൾ എനിക്ക് വെറുപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങളെ വിമർശിച്ച് സംസാരിച്ചത്. ഇത് വിമർശിച്ചാണ് സംസാരിച്ചത്. ഞാൻ അവസാനം പറയാൻ പറ്റോ, എനിക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ പറഞ്ഞതാണ്. 1.5 കൊല്ലം ഒന്നിച്ച് പനിക്കുവോ? അനസിനു പവ് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ട്രിക്ക് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിടത്ത് തൗബൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പനി പിടിച്ചപ്പോൾ പറഞ്ഞാണ്. ആറ്റിങ്ങ പോയപ്പോൾ ഒരു പനി, മറ്റോടത്ത് പോയപ്പോൾ ഒരു പനി, ചന്ദ്രൂർ പോയപ്പോൾ വേറൊരു പനി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പല ട്രിക്കും ഉണ്ടല്ലോ വരെയൊക്കെ. പനി പിടിച്ചതായിരുന്നു. പനി പിടിക്കുമ്പോൾ ഒരാളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മാത്രം കുറ്റം. അയാളെ കുമ്പസാരം കേട്ടോളിയും. പയ്യന്നൂർക്കാർ കൊണ്ടുവന്നിട്ട് ഇയാളെ മുമ്പിലിരുത്തിയിട്ട് കുമ്പസരിക്കുകയാണ്. അടുത്ത കുമ്പസാരം. ചാരപ്പണിയെ പിടികൂടിയപ്പോൾ കുമ്പസാരം. സാലിം എന്ന വ്യക്തിയോട് KKP അബ്ദുള്ള എന്ന ഞാൻ എഴുതി കൊടുത്ത് വായിക്കാം. ഫോണിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് സാലിം മുജാഹിദുകളെ ഒന്നടങ്കം കേൾപ്പിക്കാൻ ശ്രമിച്ചു. ആ സൗണ്ട് ക്ലിപ്പ് കേൾക്കാനിടയായ മാന്യരായ മുജാഹിദുകളോട് വിനയത്തോടെ നിരന്തരം സാലിം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. സലഫി മൻഹജ് KNM ഉണ്ടാക്കിയ ഒരു മദ്ഹബാണെന്ന വാദം മടവൂരികളാണ്. സലഫി സൃഷ്ടിച്ചതാണ് സലഫി മനസ്സെന്ന എൻ്റെ പരാമർശം പരമാബദ്ധമാണ്. സക്കരിയയും കൂട്ടരും പച്ചയായ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള നേതൃത്വം കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് സലഫിയോടും മുജാഹിദ് നേതാക്കളോടും കടുത്ത വെറുപ്പിനും അമർഷണത്തിനും വഴിവെച്ചത്. ധാർമ്മിക രോഷം കൊണ്ട് കണ്ണു കാണാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ.